നമുക്കൊരു സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്ത് നോക്കിയാലോ? ഭയങ്കര സ്ട്രെസ് റിലീഫായിട്ടുള്ള ഒരു ആർട്ടാണ് കേട്ടോ ഇത്. ഭയങ്കര കാം ആൻഡ് കൂളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര പീസ്ഫുള്ളാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൈൻഡ് തെറാപ്പിയും കൂടെയാണ് കേട്ടോ ഈ ആർട്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുകയാണല്ലോ, സോ നമ്മുടെ അറ്റൻഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഈ ഒരു ആർട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഒരു ബുക്ക് എടുക്കുന്നു, പെന്നെടുക്കുന്നു. ആ ഒരു ബുക്കിൽ ഒരു മിഡ് പോയിൻ്റ് കണ്ടെത്തിയിട്ട് എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ഓരോ കോൺ ഷേപ്പുകൾ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ കേർവ് ഷേപ്പുകൾ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്ക് എ റാ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കോൺ ഷേപ്പിൽ നമ്മൾ ബുക്ക് തല തിരിച്ച് പിടിച്ചിട്ട് റാ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്സാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഈ ഒരു ഷേപ്പുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇതുപോലെയുള്ള ഒരു പിക്ചറാണ് നമുക്ക് കിട്ടുക. സോ നൈസായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇതൊക്കെ കളർ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ കളർ ചെയ്ത് പോവാം. ഒരു ഷേപ്പ് ബ്ലാക്ക് ആണെങ്കിൽ ഒരു ഷേപ്പ് പ്ലെയിൻ ആക്കിയിട്ട് വിടുക. നെക്സ്റ്റ് ഉള്ള കോണിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ലുക്കായിട്ട് ഇങ്ങനെ കിട്ടും. അല്ല, ഫൈനൽ ലുക്കായിട്ടില്ല, ഇനിയും വർക്ക് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വൈറ്റ് പോർഷനിലൊക്കെ ജസ്റ്റ് വെർട്ടിക്കലായിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ ലൈൻസ് ഇല്ലാത്ത പിക്ചറാണോ അതോ ലൈൻസ് ഉള്ള ഈ പിക്ചറാണോ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.